സുന്നികൾ എന്താ ചെയ്യുന്നത്, സുന്നികളെ വിശ്വാസം എന്താ, അത് സുന്നികളെ പറയേണ്ടത്. അത് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ഒരിക്കലും ഒരു മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുകയാണെങ്കിലും ബദരീങ്ങളെ വിളിക്കുകയാണെങ്കിലും ഒന്നും അവർ സ്വയം സഹായിക്കും, അള്ളാഹു സഹായിക്കുന്നത് പോലെ അവർ അള്ളാഹുവിനെ പോലെ അവരെന്താണ് ഇലാഹാവാൻ അർഹരുള്ളവരാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഏതായാലും അവര് ലാത്തയും മുസയ്യോടും ഒക്കെ തേടിയിട്ടുണ്ട്. ആ ലാത്തയോ മുസയും തേടിയ ആളുകൾ അവർ ഹജ്ജ് നിർവഹിക്കാൻ വരുമ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മക്കയിലെ മുസ്ലിക്കുകൾ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ അവർ പറയുമായിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക നിനക്ക് ഉത്തരം ചെയ്യുന്നു, ലാ ശരീക ലക് നിനക്ക് ഒരു പങ്കുകാരും ഇല്ല, ഒരു പങ്കുകാരും ഇല്ല. ഹദീസിൽ കാണാം, അവിടെ എത്തുമ്പോൾ നബി തങ്ങൾ പറയും, വൈലക്കും നാശം, അവിടെ നിർത്തൂ, ഇനി അങ്ങോട്ട് പോകല്ല. ബാക്കി എന്താ പറയാൻ പോണ നബിക്കറിയാം. കാരണം എന്താ അവിടെ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്, പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ 1-2 നൂറ്റാണ്ടായി അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ആ തൽബിയത്ത്. അംർ ഇബ്നു ലുഹൈയാണ് ആദ്യമായി തൽബിയത്ത് അങ്ങനെ മാറ്റിക്കൊടുത്താണ്. അതുകൊണ്ട് നബി തങ്ങൾ അവിടെ നിർത്തി. പക്ഷെ അവർ നിർത്തൂല, ഒരു ബാക്കി കൂടി പറഞ്ഞു. അവിടെയാണ് തർക്കം വന്നത്. അതുകൊണ്ട് ഇവിടെ നിർത്തിയാൽ നബിയും അവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം അവസാനിക്കും. അവിടെ നിർത്താതെ ബാക്കി പറഞ്ഞു, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ ഒഴികെ. എന്താ പങ്കുകാരന്റെ പ്രത്യേകത? തംലികുഹു, നീ അവനെ ഉടമയാക്കുന്നു. വമാ മലക, അവൻ ഉടമയാക്കിയതിനെയും നീ ഉടമയാക്കുന്നു. അല്ലെങ്കിൽ അവൻ യാതൊന്നും ഉടമയാക്കുന്നില്ല. അവൻ ഒന്നും ഉടമയാക്കുന്നില്ല, നിന്റെ കീഴിലുള്ളവരാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതും നിന്റെ കയ്യിൽ നീ കൊടുത്തത് മാത്രമാണ്. അങ്ങനത്തെ ശരീക്കേ ഉള്ളൂ. നബി പറഞ്ഞോ, ഇതാണോ വിശ്വാസം, എന്നാ ശിർക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനോട് തേടേണ്ടത് റബ്ബല്ലാത്തവർ തേടിയാൽ, അള്ളാഹുവിലേക്ക് പോകേണ്ടത് റബ്ബല്ലാത്തവർക്ക് പോയാൽ, റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അത് 1% 1%, എല്ലാം കൊടുക്കണമെന്നില്ല. സ്വമതാന്ന് വിശ്വസിച്ചെങ്കിലേ ശിർക്കാവുന്നില്ല, സ്വമത വിശ്വസിച്ചാൽ ശിർക്ക് തന്നെ. ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്നില്ല, ഇലാഹാന്ന് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെ. എന്നാൽ അള്ളാഹ്ക്ക് മാത്രമുള്ള എന്തെങ്കിലും ഒന്ന്, ഒരു വാക്കിലെങ്കിലും അധികമായി വന്നാൽ അത് പോലും ഈ പറഞ്ഞ മഅയ്യത്തിന്റെ പരിധിയിൽ വരുന്നുവെന്നാണ് ഹദീസുകളിൽ, ആയത്തുകളിൽ തൗഹീദുമായി ശിർക്കുമായി ബന്ധപ്പെട്ട് വന്ന അധ്യാപനങ്ങൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം.